നോട്ട് നിരോധനത്തിന് പിന്നാലെ 2 വർഷം കൊണ്ട് രാജ്യത്ത് ജോലി നഷ്ടപ്പെട്ടത് 50 ലക്ഷം പേർക്ക്. ബംഗളൂരുവിലെ അസിം പ്രേംജി സർവകലാശാലയുടെ പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. തൊഴിലില്ലായ്മ ഏറ്റവും ഉയർന്ന നിരക്കിലെന്ന കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് ചോർന്നതിന് പിന്നാലെയാണ് മോദി സർക്കാരിന്റെ ഭരണപരാജയം വ്യക്തമാക്കുന്ന പുതിയ റിപ്പോർട്ട് പുറത്തുവന്നത്. 2016 നവംബറിൽ നോട്ട് നിരോധനം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് രാജ്യത്ത് തൊഴിൽ നഷ്ടപ്പെട്ടവരുടെ എണ്ണം കൂടുവാൻ തുടങ്ങിയത്. 2018 നവംബർ വരെ 50 ലക്ഷം ആൾക്കാർക്ക് ജോലി നഷ്ടമായി. ബംഗളൂരുവിലെ അസിം പ്രേംജി സർവകലാശാലയുടെ പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. നോട്ട് നിരോധനം തന്നെയാണ് തൊഴിൽ നഷ്ടത്തിന്റെ കാരണം എന്ന് കൃത്യമായി പറയാനാകില്ലെന്നും എന്നാൽ നോട്ട് നിരോധനത്തിന് പിന്നാലെയാണ് തൊഴിൽ നഷ്ടത്തിന്റെ നിരക്ക് ഉയർന്നതെന്നുമാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. അടിയന്തരമായി നയപരമായ ഇടപെടൽ ഉണ്ടാകണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സ്ത്രീകളുടെ കാര്യത്തിലും തൊഴിൽ നഷ്ടം ഏറ്റവും ഉയർന്ന നിരക്കിലാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. നോട്ട് നിരോധനവും GSTയും അസംഘടിത മേഖലയിലാണ് കൂടുതൽ ആഘാതം ഉണ്ടാക്കിയത്. 2017-18 വർഷത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് 45 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണെന്ന കേന്ദ്ര സർക്കാരിന്റെ റിപ്പോർട്ട് ഈ വർഷം ആദ്യം ചോർന്നിരുന്നു. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസിന്റെ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയുടെ റിപ്പോർട്ടിൽ 6.1% തൊഴിലില്ലായ്മയുടെ നിരക്ക്. എന്നാൽ റിപ്പോർട്ട് ശരിയാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ടില്ലെന്നായിരുന്നു നീതി ആയോഗ് വൈസ് ചെയർമാന്റെ വിശദീകരണം. ഇതിന് പിന്നാലെയാണ് മോദി സർക്കാരിന്റെ ഭരണപരാജയം വ്യക്തമാക്കുന്ന പുതിയ റിപ്പോർട്ട് കൂടി പുറത്തുവന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. പീപ്പിൾ ഇൻവെസ്റ്റിഗേഷൻ സ്വാമി ചിദാനന്ദപുരിയുടെ കൊളത്തൂർ അദ്വൈതാശ്രമം RSS ക്രിമിനലുകളുടെ ഒളിത്താവളം. മുഖ്യമന്ത്രിക്കെതിരെ വധഭീഷണി മുഴക്കിയ RSS പ്രവർത്തകൻ വിജേഷ് ഒളിവിൽ കഴിഞ്ഞത് കൊളത്തൂർ അദ്വൈതാശ്രമത്തിലായിരുന്നു. പല ക്രിമിനൽ കേസുകളിലെയും പ്രതികളെ പാർപ്പിക്കുന്നത് ഈ ആശ്രമത്തിലാണെന്നും ചിദാനന്ദപുരിയുടെ അറിവോടെയാണിതെന്നും പോലീസ് പറയുന്നു. ശബരിമല കർമ്മസമിതിയുടെ മുഖ്യ രക്ഷാധികാരി കൂടിയാണ് സ്വാമി ചിദാനന്ദപുരി. കൊയിലാണ്ടി പിഷാരിക്കാവ് സ്വദേശി വിശ്വംഭരന്റെ മകൻ സത്യനാഥൻ 25 വർഷങ്ങൾക്ക് മുമ്പാണ് നന്മണ്ട പഞ്ചായത്തിലെ കൊളത്തൂരിൽ എത്തുന്നത്. പിന്നീട് ചിദാനന്ദപുരി എന്ന പേരിൽ സ്വാമിയായി എന്ന് സ്വയം അവകാശപ്പെട്ട ഇയാൾ കൊളത്തൂരിൽ ആശ്രമം തുടങ്ങി. പിന്നീട് ഇങ്ങോട്ട് ദുരൂഹതകൾ നിറഞ്ഞതായിരുന്നു ചിദാനന്ദപുരിയുടെ ജീവിതവും ആശ്രമത്തിലെ പ്രവർത്തനങ്ങളും. ശബരിമല കർമ്മസമിതിയുടെ മുഖ്യ രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്ന ചിദാനന്ദപുരി വർഗീയ വിദ്വേഷം പടർത്തുന്ന പ്രസംഗങ്ങളിലൂടെ കുപ്രസിദ്ധി നേടിയ ആളാണ്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ക്രിമിനൽ പ്രവർത്തനം നടത്തുന്ന RSS പ്രവർത്തകരെ ഒളിവിൽ പാർപ്പിക്കുന്നതും അദ്വൈതാശ്രമത്തിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വധഭീഷണി മുഴക്കിയ കേസിലെ പ്രതി RSSന്റെ സജീവ പ്രവർത്തകൻ കണ്ണൂർ ചെറുതാഴത്തെ വിജേഷിനെ ഒളിവിൽ പാർപ്പിച്ചത് ഈ ആശ്രമത്തിലായിരുന്നു. P. ജയരാജൻ, TA മധുസൂദനൻ തുടങ്ങിയ CPIM നേതാക്കൾക്കെതിരെയും ഇയാൾ വധഭീഷണി മുഴക്കിയിരുന്നു. വധഭീഷണി, കലാപമുണ്ടാക്കാൻ ശ്രമിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി കണ്ണൂർ ടൗൺ SI ആയിരുന്ന ശ്രീജിത്ത് കൊടേരിയും സംഘവും 2018 നവംബർ 2-ന് വിജേഷിനെ കൊളത്തൂർ അദ്വൈതാശ്രമത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. ചിദാനന്ദപുരിയുടെ അറിവോടെയാണ് ഇയാളെ ആശ്രമത്തിൽ പാർപ്പിച്ചതെന്നും അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. പ്രമാദമായ പല കേസുകളിലെയും പ്രതികൾ ഈ ആശ്രമത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നുവെന്നാണ് വിവരം. ഇതിനൊക്കെ ഒത്താശ ചെയ്യുന്നതാകട്ടെ സ്വാമി ചിദാനന്ദപുരിയും. കോഴിക്കോട് നിന്നും ക്യാമറമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം PV കുട്ടൻ. പാവങ്ങളുടെ ഭക്ഷണപ്പൊതി തടയാനുള്ള UDF നീക്കത്തിന് കനത്ത തിരിച്ചടി. കൊല്ലത്ത് KN ബാലഗോപാലിനെതിരായി UDF നൽകിയ ചട്ടലംഘന പരാതി തള്ളി. രാജ്കുമാർ ചേർന്നു കൊല്ലത്ത് നിന്നും വിവരങ്ങളുമായി. രാജ്കുമാർ, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? ഇത് 3 വർഷമായി, ഏതാണ്ട് 800 ദിവസമായി നടന്നു വരുന്ന ഒരു ജീവകാരുണ്യ പരിപാടി എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ. ഹൃദയസ്പർശം എന്ന പേരിൽ DYFI കൊല്ലം ജില്ലാ ആശുപത്രിയിലാണ് പൊതിച്ചോറ് വിതരണം നൽകി വരുന്നത്. ഏകദേശം ഒരു ദിവസം 3000-ഓളം പൊതിച്ചോറുകളാണ് നൽകുന്നത്. ഇതിന്റെ 100ാം ദിവസത്തെ ഉദ്ഘാടനം നിർവഹിച്ചത് നിലവിൽ ജില്ലാ വരണാധികാരി കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർ കാർത്തികേയനാണ്. ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ധാരാളം പരിപാടികൾ പങ്കെടുക്കുന്ന വ്യക്തി കൂടിയാണ് ജില്ലാ കളക്ടർ. അദ്ദേഹത്തിന് കൂടി നേരിട്ട് ബോധ്യമുള്ള ഒന്നാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അന്നത്തെ ദിവസം ഇവർ പരാതിക്കിടയാക്കിയ സംഭവം പറയുന്നതനുസരിച്ച് അന്ന് KN ബാലഗോപാലിന്റെ ചിത്രമടങ്ങിയ ടീഷർട്ട് ഇട്ടുകൊണ്ട് വന്നു എന്നുള്ളതാണ് ഒരു പരാതി. എന്നാൽ 800 ദിവസമായി നടക്കുന്ന ഒരു സംഭവത്തിനിടയിലുള്ള ഒരു ദിവസം സംഭവിച്ചതിനെയാണ് ഇത് തടയണമെന്ന് ആവശ്യപ്പെട്ട് UDF ഈ പൊതിച്ചോറ് വിതരണ പരിപാടി തടയണമെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകിയപ്പോഴാണ് അത് KN ബാലഗോപാലുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷ ഇലക്ഷൻ കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികൾ ഇതിന് മറുപടി നൽകിയത്. മറുപടി അംഗീകരിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഇതിന് ഭരണാധികാരി കൂടിയായിട്ടുള്ള കാർത്തികേയൻ അദ്ദേഹം ഇത് പൊതിച്ചോറ് വിതരണ പദ്ധതി തുടരാം, അതിൽ യാതൊരു തടസ്സവുമില്ല എന്ന് അദ്ദേഹത്തിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഒപ്പം അദ്ദേഹം നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം, ഭാവിയിൽ ഇനി ഇത് ഇലക്ഷൻ കഴിയുന്നതുവരെ
സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട യാതൊരു ഇതും ഉപയോഗിക്കരുത് എന്നൊരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം മറ്റൊരു പരാതി UDFന്റെ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി കൂടിയായിട്ടുള്ള RSP ജില്ലാ സെക്രട്ടറി ഫിലിപ്പ് കെ തോമസ് നൽകിയ ഒരു പരാതി, കൊല്ലത്ത് പോസ്റ്ററുകൾ, ആ പോസ്റ്റ് ഒട്ടിച്ചിരിക്കുന്ന KN ബാലഗോപാലിന്റെ പോസ്റ്ററുകളിൽ കണക്കില്ല, അത് ആര് പ്രിന്റ് ചെയ്തയാന്ന് പറയുന്നില്ല തുടങ്ങിയ ഒരു പരാതി അദ്ദേഹം നൽകിയിരുന്നു. ആ പരാതിയിൽ KN ബാലഗോപാൽ നൽകിയ കണക്കുകൾ പ്രകാരം എല്ലാം തെളിവുകളോട് നൽകിയ പരാതി അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുകയും അതിൽ നേരിട്ട് കമ്മീഷൻ അതിൽ അന്വേഷണം നടത്തുകയും ചെയ്തു. ആ നൽകിയ പരാതി അംഗീകരിച്ചു എന്ന് മാത്രമല്ല, ഇത് വ്യാജ പരാതിയാണ്, UDFന്റേത് വ്യാജ പരാതിയാണ് എന്ന് വ്യക്തമായി തന്നെ അതിൽ മറുപടിയിൽ പറഞ്ഞുകൊണ്ട് ഇത് തള്ളുകയും ചെയ്തു. ഇതിന്റെ കോപ്പി രണ്ടുപേർക്കും, പരാതിക്കാർക്കും ഒപ്പം KN ബാലഗോപാലിനും നൽകിയിട്ടുണ്ട്. കൊല്ലത്ത് പാവങ്ങളുടെ ഭക്ഷണപ്പൊതി ചോറ് തടയാനുള്ള UDFന്റെ നീക്കത്തിന് ഹൈക്കോടതി ഇപ്പോൾ വിധി എതിരായി പറഞ്ഞിരിക്കുകയാണ്. വിവരങ്ങളാണ് കൊല്ലത്ത് നിന്ന് രാജ്കുമാർ നൽകിയത്. മുസ്ലിം വിരുദ്ധ വർഗീയ പ്രസംഗം നടത്തിയ BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയ്ക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്ന ഹർജിയിൽ ഹൈക്കോടതി വിശദീകരണം തേടി. സർക്കാരും DGPയും ശ്രീധരൻപിള്ളയും വിശദീകരണം നൽകണം. വി ശിവൻകുട്ടി നൽകിയ ഹർജിയിലാണ് കോടതി നടപടി. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറങ്ങുന്ന ചടങ്ങിലായിരുന്നു BJP അധ്യക്ഷൻ കടുത്ത മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയത്. ശ്രീധരൻപിള്ളയുടെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിനെതിരെ ആറ്റിങ്ങൽ LDF തെരഞ്ഞെടുപ്പ് സെക്രട്ടറി വി ശിവൻകുട്ടി നേരത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകിയിരുന്നു. ഇതിനു പുറമെയാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. പരിഹാസത്തോടുകൂടി വർഗീയത വളർത്തുന്നതിനായി ശ്രീധരൻപിള്ള ഇപ്രകാരം പ്രസംഗിച്ചു. ഇത് ജാതിമത അധിക്ഷേപവും വർഗീയത വളർത്തി വോട്ട് പിടിക്കാനുള്ള നേതൃത്വമായ പ്രവർത്തനമാണ്. മുസ്ലിം സമുദായമെന്ന് ആ സമൂഹത്തിൻ്റെ പേര് തന്നെ എടുത്തു പറഞ്ഞിട്ടാണ് ആ മുസ്ലിം സമുദായം ആണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി, ചില അടയാളങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി ഉടുതുണി മാറ്റണമെന്നാണ് ശ്രീധരൻപിള്ള ഒരു ഇതുമില്ലാതെ പരസ്യമായി പറഞ്ഞിരിക്കുന്നത്. PS ശ്രീധരൻപിള്ളയുടെ മുസ്ലിം വിരുദ്ധ പരാമർശം മണ്ഡലത്തിൽ ചർച്ചയാക്കാനാണ് LDF തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിശ്വാസികളിൽ ബഹുഭൂരിപക്ഷവും LDFനൊപ്പമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. വിശ്വാസ സംരക്ഷണത്തിനെതിരായി LDF സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. ശബരിമലയുടെ പേരിൽ നരേന്ദ്രമോദി വോട്ട് ചോദിച്ചത് പ്രധാനമന്ത്രിയുടെ പദവിക്ക് നിരക്കുന്നതല്ല. ഇടതുപക്ഷത്തിനെതിരെ ഒന്നും പറയാനില്ലെന്ന് പറയുന്ന രാഹുൽ എന്തിനാണ് ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നതെന്നും ഇത് ഇരട്ടത്താപ്പാണെന്നും കോടിയേരി പറഞ്ഞു. വിശ്വാസികളെ ഇടതുപക്ഷത്തിനെതിരായി തിരിച്ചുവിടാനുള്ള വഴി അത് ഈ ഇലക്ഷനിൽ ചെലവാവുകയില്ല. വിശ്വാസികളെല്ലാം BJPയുടെ കൂടെയാണെന്ന് ധരിക്കണ്ട. വിശ്വാസികളിൽ മഹാഭൂരിപക്ഷം ഇടതുപക്ഷത്തിന്റെ കൂടെയാണ്. അപ്പോൾ വിശ്വാസികളെ തന്നെ അണിനിരത്തിക്കൊണ്ട് BJPയുടെ ഈ പ്രചാരവേല കേരളത്തിൽ നേരിടാൻ ഇടതുപക്ഷ മുന്നണി കഴിയും. സ്ത്രീത്വത്തെ പരസ്യമായി അപമാനിക്കുന്ന വിധം വീഡിയോ പ്രചരിപ്പിച്ചതിന് കോൺഗ്രസ് നേതാവും കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥിയുമായ K സുധാകരനെതിരെ കേരള വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഓളെ പഠിപ്പിച്ച് ടീച്ചറാക്കിയത് വെറുതെയായി എന്ന കുറിപ്പോടെയായിരുന്നു വീഡിയോ പോസ്റ്റ് ചെയ്തത്. സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയാവുകയും വിവാദവുമായിരുന്നു വീഡിയോ. വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈനെതിരെ നിർദ്ദേശപ്രകാരം സുധാകരനെതിരെ കേസെടുത്തത്. രാഹുൽ ഗാന്ധിയെ ബഹിഷ്കരിച്ച് വടകരയിലെ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ. രാഹുൽ ഗാന്ധി പങ്കെടുത്ത കണ്ണൂരിലെ യോഗത്തിലും തിരുവമ്പാടിയിലെ പൊതുയോഗത്തിലും മുരളീധരൻ പങ്കെടുത്തില്ല. വടകരയിൽ കോൺഗ്രസ് നേതൃത്വം കാട്ടുന്ന നിസ്സഹകരണത്തിൽ അധിക്ഷേപിച്ചാണ് മുരളീധരന്റെ ബഹിഷ്കരണം. മലബാറിലെ നേതൃയോഗമാണ് ഇന്ന് രാവിലെ കണ്ണൂരിൽ നടന്നത്. രാഹുൽ ഗാന്ധിക്കൊപ്പം KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഉമ്മൻചാണ്ടി, KC വേണുഗോപാൽ തുടങ്ങിയ നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. കണ്ണൂരിലെയും കാസർകോട്ടെയും UDF സ്ഥാനാർത്ഥികളായ K സുധാകരൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. വടകരയിലെ സ്ഥാനാർത്ഥിയായ K മുരളീധരനും പങ്കെടുക്കേണ്ടതായിരുന്നു. എന്നാൽ മുരളീധരൻ യോഗം ബഹിഷ്കരിച്ചു. ഉച്ചയ്ക്ക് തിരുവമ്പാടിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്ത പൊതുയോഗത്തിൽ നിന്നും മുരളി വിട്ടുനിന്നു. വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നേതൃത്വം കാട്ടുന്ന നിസ്സഹകരണത്തിന് പ്രതിഷേധിച്ചാണ് മുരളിയുടെ നടപടിയെന്നാണ് സൂചന. പ്രാദേശിക നേതൃത്വത്തിന്റെ നിസ്സഹകരണം ചൂണ്ടിക്കാട്ടി ശശി തരൂരിനൊപ്പം മുരളീധരനും ഹൈക്കമാൻഡിന് പരാതി നൽകിയിരുന്നു. എന്നാൽ തരൂരിന്റെ പരാതി തീർപ്പാക്കാൻ ഉടൻ ഇടപെട്ട കേന്ദ്ര നേതൃത്വം പക്ഷേ മുരളീധരന്റെ പരാതി അവഗണിച്ചു. ഇതിൽ മുരളീധരൻ കടുത്ത അതൃപ്തിയിലുമാണ്. മറുഭാഗത്ത് LDF സ്ഥാനാർത്ഥി P ജയരാജൻ പ്രചാരണ രംഗത്ത് ബഹുദൂരം മുന്നിലെത്തിയതും K മുരളീധരനെ അസ്വസ്ഥനാക്കുന്നു. കോൺഗ്രസിന്റെ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ വടകരയിൽ നിർത്തി തന്നെ ബലിയാടാക്കിയെന്നാണ് K മുരളീധരൻ അടുത്ത അനുയായികളോട് പങ്കുവച്ച വികാരം. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതികരണത്തിന് മുരളീധരൻ തയ്യാറായേക്കുമെന്നാണ് സൂചന.
കോഴിക്കോട് നിന്നും PV കുട്ടൻ. വയനാട്ടിലെ അടിസ്ഥാന കാർഷിക പ്രശ്നങ്ങളിലോ വയനാടിനെ കുറിച്ചുള്ള സംഘപരിവാർ വർഗീയ പ്രചരണങ്ങൾക്കോ മറുപടിയില്ലാതെ രാഹുൽ ഗാന്ധി. പത്രികാ സമർപ്പണത്തിന് ശേഷമുള്ള ആദ്യത്തെ വരവിലും മണ്ഡലത്തിലെ UPA സർക്കാർ കാലത്തെ കാർഷിക ആത്മഹത്യകളിലോ ഇടതുപക്ഷം ഉയർത്തുന്ന രാഷ്ട്രീയ ചോദ്യങ്ങൾക്കോ അദ്ദേഹം മറുപടി പറഞ്ഞില്ല. കനത്ത സുരക്ഷാ സന്നാഹത്തിലാണ് രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിലെത്തിയത്. രാവിലെ തിരുനെല്ലി ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി. ബത്തേരിയിലായിരുന്നു പൊതുസമ്മേളനം. ഉമ്മൻചാണ്ടി, PJ ജോസഫ്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവരും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഇടതുപക്ഷത്തിനെതിരെ ഒന്നും സംസാരിക്കാതിരുന്ന അദ്ദേഹം ഇടതുപക്ഷം മണ്ഡലത്തിൽ ഇതിനിടെ ചർച്ചയാക്കിയ കാർഷിക പ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങളോടും പ്രതികരിച്ചില്ല. അമിത്ഷായുടെ പാകിസ്ഥാൻ പരാമർശവും വർഗീയ പരാമർശങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതും ഉണ്ടായില്ല. വയനാടുമായുള്ള ബന്ധം എക്കാലവും തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ UDF നേതാക്കളുമായുള്ള യോഗത്തിനു ശേഷമാണ് രാഹുൽ ഗാന്ധി സ്വന്തം മണ്ഡലമായ വയനാട്ടിലേക്ക് വന്നത്. നേതാക്കളും പ്രവർത്തകരും അദ്ദേഹത്തെ കാണാനെത്തി. വയനാട്ടിലെ ആദ്യ IAS നേടിയ ശ്രീധന്യയുമായി കൂടിക്കാഴ്ച നടത്തിയാണ് മണ്ഡലത്തിലെ മറ്റു പരിപാടികൾക്കായി രാഹുൽ ഗാന്ധി മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, വയനാട്. ചൈനീസ് വീഡിയോ ആപ്പായ ടിക്ടോക്കിന് കേന്ദ്ര സർക്കാരിന്റെ വിലക്ക്. സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് ടെക് ഭീമനായ ഗൂഗിൾ ഇന്ത്യൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് പിൻവലിച്ചു. ടിക്ടോക്ക് നിരോധിക്കാനുള്ള ഏപ്രിൽ 3 മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതി തള്ളിയതോടെയാണ് ആപ്പിന് വിലക്ക് ഏർപ്പെടുത്തിയത്. ഫേസ്ബുക്കും വാട്സപ്പും പോലെ യുവാക്കൾ ഏറ്റെടുത്ത ആപ്പാണ് ടിക്ടോക്ക്. എന്നാൽ പലപ്പോഴും ആപ്പും അതിൽ ചെയ്യുന്ന വീഡിയോകളും ദുരുപയോഗം ചെയ്യപ്പെടുന്നുവെന്ന പരാതി വിവിധ ഇടങ്ങളിൽ നിന്ന് ഉയർന്നിരുന്നു. ടിക്ടോക്ക് ചിത്രീകരണത്തിനിടെ നിരവധി അപകടങ്ങളും മരണങ്ങളും വരെ സംഭവിച്ചത് വാർത്തയായിരുന്നു. ഇതിനെതിരെ നിരവധി പരാതികൾ ഉയർന്നു. ടിക്ടോക്ക് നിരോധിക്കാനുള്ള ഏപ്രിൽ 3 മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളിയതോടെയാണ് ചൈനീസ് വീഡിയോ ആപ്പായ ടിക്ടോക്കിന് കേന്ദ്ര സർക്കാർ വിലക്കേർപ്പെടുത്തിയത്. സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് ഗൂഗിൾ ഇന്ത്യ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് പിൻവലിച്ചു. പ്രധാനമായും ആപ്പിനെ വിലക്കേർപ്പെടുത്തിയത് കുട്ടികളിൽ തെറ്റായ സന്ദേശം പ്രചരിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്രം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി.